പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോവാണ് ഹൗസ് ഫ്ലിപ്പർ. അതെ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഹൗസ് ഫ്ലിപ്പർ എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വീടുണ്ടാവും. ആ വീട്ടിൽ വേസ്റ്റൊക്കെ എടുത്ത് കളയുക, വീട് വൃത്തിയാക്കുക, റെനോവേറ്റ് ചെയ്യുക, പുതിയ ഐറ്റംസൊക്കെ വയ്ക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ല, കാരണം എൻ്റെ കൂടെ സഹായിക്കാനായിട്ട് ഷിൻചാനും പിൻചാനും ഉണ്ട്. ഇവരും എന്നെ സഹായിക്കും. എന്തോ എങ്ങനെ? ഞാനൊന്നും പണിയെടുക്കില്ല. എനിക്ക് വയ്യ പണിയെടുക്കാൻ. എടാ പിൻചാനെ, ഇത് വെറുതെ ഒന്നല്ല, പൈസ കിട്ടും. പൈസ കിട്ടോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പണിയെടുക്കാൻ തയ്യാറാണ്. ഇവിടെ ഇപ്പോൾ എന്തുട്ടാ ചെയ്യണ്ടേ? എന്തുട്ടാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അതങ്ങ് ഓണാക്കാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ മെയിലുണ്ടാവും. അതൊക്കെ നമുക്ക് കിട്ടണ ജോബാണ്. ആ ജോബ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. അണ്ണാ, ഇവിടെ ഇപ്പോൾ എന്തുട്ടാ പറയണേ? എക്സ് ബോയ് ഫ്രണ്ട് സ്റ്റോൾ ദ റേഡിയേറ്റർ ഫ്രം മൈ ഹൗസ് എന്നാ. ആടാ ഷിൻചാനെ, അവളുടെ വീട്ടിലെ ഒരു റേഡിയേറ്റർ ഉണ്ട്, അത് അവളുടെ ബോയ് ഫ്രണ്ട് അടിച്ചു മാറ്റിന്ന്. അത് ശരി, നമുക്കപ്പോൾ അവളുടെ വീട്ടിൽ പോയിട്ട് പുതിയ റേഡിയേറ്റർ വെച്ച് കൊടുക്കണം, അതാണോ ചെയ്യണ്ടേ? ആടാ പിൻചാനെ, നീ പറഞ്ഞത് ശരിയാണ്. നമുക്കിനി അവളുടെ വീട്ടിൽ പോയിട്ട് പുതിയ റേഡിയേറ്റർ അങ്ങ് വെച്ച് കൊടുക്കണം. ഇതാന്ന് തോന്നുന്നുണ്ട് അവളുടെ വീട്, ആകെ അലങ്കോലമായിട്ട് കിടക്കണേ. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ അവളുടെ വീട്ടിലേക്ക് എത്തേക്കാണ്. ഇതൊരു ചെറിയ വീടാണ്, വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അയ്യോ അണ്ണാ, ഇതെന്തത്? ഈ വീട് മൊത്തം കച്ചറയാണല്ലോ, നിറച്ച് വേസ്റ്റാ. ഈ വീട് കുറെ കാലമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെന്നാ തോന്നണേ. ആടെ പിൻചാനെ, ഈ വീട് കുറെ കാലമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. നമുക്കപ്പോൾ ഇതങ്ങ് ക്ലീൻ ചെയ്യാം, അതല്ല നമ്മുടെ പണി. എടാ ഷിൻചാനെ, നീ എന്താ വെറുതെ ഇരിക്കണോ? നീ അങ്ങനെ വെറുതെ ഇരിക്കണ്ട, പോയിട്ട് ഈ വീട് മൊത്തം ക്ലീൻ ചെയ്, നിനക്ക് ഞാൻ മോപ്പ് തരാം. അയ്യോ അണ്ണാ, ഈ വീട് മൊത്തം ക്ലീൻ ചെയ്യണ? എന്നെ കൊണ്ട് മൊത്തം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല, വയ്യാണ്ടാവും. എടാ ഷിൻചാനെ, ഇതൊരു ചെറിയ വീടല്ലേ, അല്ലാണ്ട് ഒരു ബംഗ്ലാവൊന്നുമല്ലല്ലോ. നീ അങ്ങ് ക്ലീൻ ചെയ്തേക്ക്, ഇതൊക്കെ പെട്ടെന്ന് കഴിയും. Meanwhile, ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ ദേ ഈ വീട് മൊത്തം ക്ലീൻ ചെയ്തേക്കാണ് കേട്ടാ. എനിക്കിപ്പോൾ വയ്യാണ്ടായി. അണ്ണാ അതെ, ഈ പിഞ്ചാനും എന്തെങ്കിലും പണി കൊടുക്ക്. അവനവിടെ വെറുതെ ഇരിക്കുക, ഒരു പണിയെടുക്കാണ്ട്. ആടാ, പിൻചാനുള്ള പണി ഞാൻ കൊടുത്തോളാം, നീ തൽക്കാലം പോയിട്ട് റെസ്റ്റ് എടുത്തോ. എടാ പിൻചാനെ വാടാ, നിനക്ക് ഒരു പണി തരാം. നമുക്കിനി ഇവിടെ ഒരു റേഡിയേറ്റർ വെച്ച് കൊടുക്കണം. അത് നമുക്ക് ഓൺലൈനിൽ മേടിക്കേണ്ടി വരും. ഇവിടെ പിന്നെ 2 റേഡിയേറ്റർ ഉണ്ട്, അതിൽ വില കുറവുള്ളത് മേടിക്കാം. ഇതിന് $44 ഉള്ളൂ, അതങ്ങ് മേടിക്കാം. അത് ഇവിടെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എടാ പിൻചാനെ, ഇങ്ങോട്ട് വാ, ഈ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യ്. അയ്യോ, നമ്മുടെ കയ്യിൽ സ്പാനറില്ല, ഇതെങ്ങനെ ടൈറ്റ് ചെയ്യുക? ഇതിന് സ്പാനറുടെ ആവശ്യമൊന്നുമില്ല, ഇത് കൈ കൊണ്ടാക്കിയാൽ മതി. അണ്ണാ, ഇതെന്തത്? എന്നോട് ഈ വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഈ പിഞ്ചാനോട് ആകെ 2 നെറ്റ് ടൈറ്റ് ചെയ്യാനാണോ പറഞ്ഞേ? ഇത് ശരിയല്ല ഏട്ടാ. പിഞ്ചാന് ഒരു ചെറിയ പണി കൊടുത്തേ. ആടാ ഷിൻചാനെ, നീ പറഞ്ഞത് ശരിയാണ്. പിൻചാന് ഒരു ചെറിയ പണി കിട്ടിയേ. എന്തെങ്കിലും ആവട്ടെ, ഈ ഏരിയയിൽ പിന്നെ ഇഷ്ടം പോലെ വീടുണ്ട്, നമുക്ക് അന്നേരം നോക്കാം. ഈ വീട്ടിലുള്ള പണി അങ്ങനെ കഴിഞ്ഞേക്കാണ്, നമുക്കിനി അടുത്ത വീട്ടിൽ പോവാം. അവിടെ എന്താണോ പണി. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് വീണ്ടും മെയിലൊക്കെ വന്നേക്കാണ്. ഇപ്രാവശ്യം നമ്മളോട് ഒരു ഗ്യാരേജ് ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. നമ്മളങ്ങനെ ആ വീട്ടിലേക്ക് എത്തേക്കാണ്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു വീടാണ്. നമുക്ക് പക്ഷേ ഈ വീട് മൊത്തം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഗ്യാരേജ് മാത്രം ക്ലീൻ ചെയ്താൽ മതി. ഇവിടെ പിന്നെ ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട്, കാറൊന്നും നമുക്ക് ക്ലീൻ ചെയ്യണ്ട. ഓ, ഈ ഗ്യാരേജ് ഫുള്ള് കച്ചറാണ് കേട്ടാ. എടാ പിൻചാനെ, ക്ലീൻ ചെയ്യാൻ റെഡി ആയിക്കോ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട്, അതൊക്കെ പറക്കാം. വേസ്റ്റ് പറക്കണ പണി ഞാൻ ചെയ്യാം, ക്ലീൻ ചെയ്യണ പണി ഷിൻചാൻ ചെയ്യും. പിൻചാൻ ചെയ്യും. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട്, അതൊക്കെ പറക്കി കളയാം. ഇവിടെ കണ്ടില്ലേ, പഴയ ടയറൊക്കെ ഉണ്ട്. പഴയ ടയർ നമുക്ക് ആവശ്യമില്ല, അതൊക്കെ എടുത്ത് കളയാം.
പുതിയ ടയർ അവിടെ കിടന്നോട്ടെ. ഇവിടെ പിന്നെ സൈക്കിളൊക്കെ കിടക്കുന്നുണ്ട്. സൈക്കിൾ നമുക്ക് കളയണ്ട, അതവിടെ ഇരുന്നോട്ടെ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇവിടെ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞേക്കാണ്. എടാ പിഞ്ചാനെ, ഇതങ്ങ് ക്ലീൻ ചെയ്തോ, ഞാൻ നിനക്ക് മോപ്പ് തരാം. അണ്ണാ, ഈ ഗ്യാരേജ് മാത്രം ക്ലീൻ ചെയ്താൽ പോരെ? ഈ വീട് മൊത്തം ക്ലീൻ ചെയ്യണ്ടല്ലോ. ഏയ്, വീട് മൊത്തം ക്ലീൻ ചെയ്യണ്ട, നമ്മളോട് ഗ്യാരേജ് മാത്രം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്കത് മാത്രം ചെയ്താൽ മതി. ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല, ഈ ഗ്യാരേജ് അങ്ങ് വൃത്തിയാക്കാം. അച്ചോടാ, പാവം ചിഞ്ചാൻ ചമ്മിപ്പോയി. അവൻ വിചാരിച്ചതേ ഞാൻ ഈ വീട് മൊത്തം വൃത്തിയാക്കുന്ന. എടാ പിഞ്ചാനെ, അധികം സന്തോഷിക്കണ്ട, തനിക്ക് ഇനിയും പണി കിട്ടും. ഈ ഏരിയയിലെ ഇഷ്ടം പോലെ വീടുണ്ട്, ഈ ഒരു വീട് മാത്രല്ല. എടാ, നിങ്ങളൊന്നും തല്ലൂടാണ്ടിരിക്കേ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പണിയെടുത്താൽ മതി. പണിയെടുക്കുന്നവർക്ക് കാശ് കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ഈ വീട് മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ. എൻ്റെ പണി അങ്ങനെ കഴിഞ്ഞു. ഇല്ലടാ പിഞ്ചാനെ, നിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു ജനലുണ്ട്, ആ ജനലും നീ തന്നെ തുടക്കണം. ഓ, ഈ ജനലും ഞാൻ തന്നെ തുടക്കണ? ആ, എന്നാ പിന്നെ കുഴപ്പമില്ല, ഇതും കൂടി അങ്ങ് തുടയ്ക്കാം. ഓ, ഇത് തുടയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ. ഈ മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ജനലും കൂടി ഞാനങ്ങനെ വൃത്തിയാക്കിയേക്കാണ്. ഇവിടെ ഇനി പണിയൊന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ? ഇവിടെ ബാക്കിയുള്ള റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആടെ പിഞ്ചാനെ, ഇന്നത്തെ പണി കഴിഞ്ഞു, നമുക്കിനി നേരെ വീട്ടിൽ പോവാം. ഇന്ന് പിന്നെ ഷിൻചാന് പണിയൊന്നും കിട്ടിയില്ല. അതിപ്പോൾ സീനില്ല, അടുത്ത പ്രാവശ്യം ഷിൻചാൻ ചെയ്യും. നമുക്കിനി ആ ഡോറൊക്കെ അടയ്ക്കാം, എന്നിട്ട് ഇവിടെ ഒന്ന് പോവാം. ഓക്കെ, നമുക്കങ്ങനെ മൂന്നാമത്തെ ജോബ് കിട്ടിയേക്കാണ്. ഇപ്രാവശ്യം നമ്മളോട് റേഡിയേറ്ററൊക്കെ വെക്കാനാണ് പറഞ്ഞേ. നമുക്കപ്പോൾ ആ പണി അങ്ങ് ചെയ്യാം. ഇതിൽ പിന്നെ റേഡിയേറ്റർ മാത്രം വെച്ചാൽ മതിയായിരിക്കും, വീട് ക്ലീൻ ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഇതാണ് ആ വീട്. ഈ വീട് പിന്നെ ക്ലീനാണ് കേട്ടാ, നീറ്റ് ആൻഡ് ക്ലീനാ. നമുക്കിവിടെ റേഡിയേറ്റർ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഈ റൂമിൽ പിന്നെ റേഡിയേറ്റർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയും റേഡിയേറ്റർ ഉണ്ട്, നമുക്കപ്പോൾ ഒരു റേഡിയേറ്റർ മാത്രം വെച്ചാൽ മതി. ഓ, ഇവിടെ ഇല്ല കേട്ടാ, ഇവിടെ ഒരെണ്ണം മിസ്സിങ്ങാ. ഇതൊന്നുട്ടാ. ഓ, ഇതൊരു ബാത്റൂമാ, ഇവിടെ നമുക്ക് റേഡിയേറ്റർ വെക്കണം. നമുക്കപ്പോൾ ടോട്ടൽ 3 എണ്ണം വെക്കണം. നമുക്കത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. ഏറ്റവും വില കുറവ് ഉള്ളത് തന്നെ മേടിക്കാം, $44. ഇത് തന്നെയാണ് നേരത്തെ മേടിച്ചത്. അതിവിടെ ഇങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നെറ്റൊക്കെ ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ റേഡിയേറ്ററൊക്കെ ഫിക്സ് ചെയ്തേക്കാണ്. 3 റേഡിയേറ്റർ അങ്ങനെ വെച്ചു. നമുക്കിനി ഇവിടെ ഒരു വാഷ് ബേസിൻ വെക്കണം. നമുക്കപ്പോൾ ഒരു വാഷ് ബേസിൻ ഓൺലൈനിൽ മേടിക്കാം. ഏറ്റവും വില കുറവുള്ളത് മേടിക്കാം, അതൊക്കെ മതി. ഈ വാഷ് ബേസിൻ മതിയാവും. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളോ? നമുക്കത് ഇവിടെ ഫിക്സ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതും കൂടി അങ്ങനെ ഫിക്സ് ചെയ്തേക്കാണ്. ഈ വീട്ടിലിനി പണിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞേക്കാണ്. ഇപ്രാവശ്യം മൊത്തം പണി ഞാനാ ചെയ്തത്, ഷിൻചാനും പിഞ്ചാനും ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.